നമസ്കാരം. എല്ലാവർക്കും വൃന്ദ ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പുതുവർഷം 2025 ചിങ്ങൻ രാശിക്കാരായ മകം, പൂരം, ഉത്രംകാൽ ചേരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ്. ആദ്യം പുതുവർഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി പറയാം. വ്യാഴം വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ 10ാം ഭാവത്തിലാണ്. മെയ് 14 വ്യാഴം നിങ്ങളുടെ ലാഭസ്ഥാനത്തേക്ക് രാശി മാറും. ലാഭസ്ഥാനത്തുള്ള വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യവും വരുമാനവും ലാഭവും വർദ്ധിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കും. അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. തൊഴിൽ പുരോഗതിയും ജീവിത വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ശനി വർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. മാർച്ച് 29 മുതൽ ശനി നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് രാശി മാറും. രാഹു വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ 8ാം ഭാവത്തിലാണ്. മെയ് 18 ശേഷം രാഹു വക്രഗതിയിൽ നിങ്ങളുടെ 7ാം ഭാവത്തിലേക്ക് രാശി മാറും. കേതു വർഷത്തിന്റെ ആരംഭത്തിൽ നിങ്ങളുടെ 2ാം ഭാവത്തിലാണ്. മെയ് 18 മുതൽ കേതു നിങ്ങളുടെ സ്വന്തം രാശിയിലേക്ക് രാശി മാറും. രാഹു കേതു ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. സൂര്യദേവൻ എല്ലാ മാസവും രാശി മാറും. ഓഗസ്റ്റ് 17 നിങ്ങളുടെ സ്വന്തം രാശിയിലായിരിക്കും ഒരു മാസം ഉണ്ടാവുക. പുതുവർഷം 2025 നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങളും ഗുണഫലവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ രാശിനാഥൻ സൂര്യനാണ്. സൂര്യദേവൻ നിങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് എല്ലാ കാര്യത്തിൽ വിജയിക്കാനും നല്ല ആത്മധൈര്യത്തോടെ മുന്നേറാനും നിങ്ങൾക്ക് ഈ വർഷം സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് 2025 ഏറ്റവും നല്ലതാണ്. ഉന്നത പഠനത്തിന്, വിദേശ പഠനത്തിന്, അതുപോലെ റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമാണ്. ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാൻ പറ്റും. അതുപോലെ പുതിയത് പഠിക്കാനൊക്കെ സാധിക്കും. നല്ല മാർക്കോടെ വിജയിക്കാൻ പറ്റും. മെയ് 14 മുതൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും. ആരോഗ്യപരമായിട്ട് 2025 നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. മാർച്ച് 29 മുതൽ ആരോഗ്യകാര്യത്തിലും ഭക്ഷണകാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ വേണം. അഷ്ടമശനി ദോഷമുള്ള കാരണം കൊണ്ട് തന്നെ ചെറിയ ടെൻഷൻ, അതുപോലെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും. വാഹനങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിക്കഴിക്കണം. പിന്നെ നിങ്ങൾ ദിവസവും നടക്കുന്നത്, യോഗ, മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ആരോഗ്യം നല്ലതാക്കും. പിന്നെ മറ്റുള്ളവർ കാരണം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ മെയ് 14 ശേഷം കൂടുതൽ നല്ലതായിരിക്കും. നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാൻ, അതുപോലെ ശമ്പള വർധനവിന്, പുതിയ ജോലി കിട്ടാൻ, ഗവൺമെൻറ് മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അതുപോലെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ആഗ്രഹങ്ങൾ നടക്കും. ജോലി സ്ഥലത്ത് എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടാൻ തുടങ്ങും. തൊഴിൽ പുരോഗതി നേടാൻ പറ്റും. മെയ് മുതൽ നിങ്ങൾക്ക് പുതിയ നല്ല തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരും. ബിസിനസ് പരമായി 2025 നിങ്ങൾക്ക് അനുകൂലമായ വർഷമാണ്. ബിസിനസ് വിപുലീകരിക്കാൻ, അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ സാധിക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. വിദേശ ബിസിനസ് ചെയ്യുന്നവർക്ക്, ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർക്ക്, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, അതുപോലെ വ്യാപാരികൾക്ക് എല്ലാവർക്കും ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒപ്പം നിങ്ങൾക്ക് ശുക്രൻ്റെ എല്ലാവിധ ഐശ്വര്യവും ഈ വർഷം നിങ്ങൾക്ക് ബിസിനസ്സിൽ കിട്ടും. ധനപരമായിട്ട് 2025 നിങ്ങൾക്ക് വർഷാരംഭത്തേക്കാൾ നിങ്ങൾക്ക് മെയ് 14 മുതൽ കൂടുതൽ നല്ലതായിരിക്കും. ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ സാധിക്കും. ഒപ്പം നിങ്ങളുടെ ലാഭസ്ഥാനത്തുള്ള ഗ്രഹം ബുധനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിയും അറിവും ഉപയോഗിച്ച് മുന്നേറാൻ സാധിക്കും. എല്ലാവരുടെയും സഹായ സഹകരണം കിട്ടും. പെട്ടെന്ന് ധനലാഭം ഉണ്ടാക്കാൻ സാധിക്കും. ചിലർക്ക് ലോട്ടറി, ചിട്ടിയിൽ നിന്ന്, ഇൻഷുറൻസിൽ നിന്നൊക്കെ, അതുപോലെ പഴയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നൊക്കെ ലാഭം വർദ്ധിക്കും. പിന്നെ പങ്കാളിയിൽ നിന്ന്, സന്താനങ്ങളെ കൊണ്ടൊക്കെ ഗുണം കിട്ടും. ചിലർക്ക് വിദേശത്ത് നിന്ന് ലാഭം കിട്ടും. ധനപരമായിട്ട് എല്ലാ മേഖലയിലുള്ളവർക്കും നല്ല ധനാഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും. സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. അതുപോലെ വിവാഹം നടക്കാൻ, പുനർവിവാഹം നടക്കാൻ, അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ നല്ല തീരുമാനമെടുക്കാനായിട്ട് സാധിക്കും. സന്താന ഭാഗ്യം, സന്താന ഗുണം വർദ്ധിക്കും. ദാമ്പത്യപരമായിട്ട് നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. 7ലുള്ള രാഹു നിങ്ങൾക്ക് പങ്കാളിയായിട്ട് കലഹം വരാതെ, അതുപോലെ തെറ്റിദ്ധാരണ വരാതെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വീട് വയ്ക്കാൻ, വസ്തു വാങ്ങാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്. രാഹു കേതു വർഷം മുഴുവനും നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കിട്ടുക. ചിലർക്ക് എന്തെങ്കിലും ടെൻഷൻ, അതുപോലെ തന്നെ പങ്കാളിക്ക് ചില ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കും. വാഹനങ്ങളൊക്കെ നിങ്ങൾ ഈ വർഷം സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ കലാസാഹിത്യാദി രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ, അതുപോലെ സോഷ്യൽ മീഡിയയിലുള്ളവർക്കൊക്കെ നല്ല അവസരങ്ങൾ കിട്ടും. പേര്, പ്രശസ്തി വർദ്ധിക്കും. ധനനേട്ടമുണ്ടാകും. കുടുംബപരമായിട്ട് 2025 നിങ്ങൾക്ക് കുടുംബ അഭിവൃദ്ധി ഉണ്ടാകും. അതുപോലെ കുടുംബാംഗങ്ങളുടെയൊക്കെ സഹായ സഹകരണം കിട്ടും. ഭൗതിക സുഖം വർദ്ധിക്കും. പിന്നെ പുതിയത് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ സാധിക്കും. ഇനി നിങ്ങൾ ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ ശാസ്താക്ഷേത്രത്തിൽ നിങ്ങൾ നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് കൊണ്ട്, പിന്നെ സർപ്പപ്രീതി വരുത്തുന്നത്, അതുപോലെ മഹാഗണപതിയെ ആരാധിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യവും ധനലാഭവും ഉണ്ടാകും.
എല്ലാ ചിങ്ങൻ രാശിക്കാർക്കും പുതുവർഷം എല്ലാവിധ ഐശ്വര്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്